നാളേക്കുള്ള സദ്യേൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അത് നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങ വറക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ തേങ്ങ സ്വതവേ അങ്ങനെ സാമ്പാറിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയിലേക്കാണെങ്കിലും വറക്കാറ്. നമുക്ക് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടു. ചെറിയുള്ളി ആൻഡ് വെള്ളുള്ളി. കുടിച്ചിട്ട് നോക്ക് വെള്ളം അത് വേണമെന്നുണ്ടെങ്കിൽ അതന്നെ എടുത്തോ. അത് ഇത്തിരി ലാസ്റ്റിലേക്കുള്ള പിന്നെ കുടിക്കാൻ അവള് കൂട്ടാക്കില്ല. ഇതിലേക്ക് ഇനി നല്ല ജീരകം, ചെറിയ ജീരകം എന്നും പറയുന്നത്, നല്ല ജീരകം, പിന്നെ കുറച്ച് ഉലുവ, ഇത്ര. കുറച്ച് ഉഴുന്നുപരിപ്പ് കഴുകിയിട്ട് ഒരു കട്ടിപ്പിനിടുന്നതാണ്, ഒരു കട്ടിപ്പുണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൽ നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ നല്ല ജീരകം, അതുപോലെ തന്നെ ഉലുവ, ഉഴുന്ന്, ഈ 5 സാധനങ്ങളാണ് ഇട്ടത് തേങ്ങയിൽ. പുളി ഇവിടെ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി വെച്ച് ഇത് സിമ്മിലിട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അടി പിടിക്കും. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് ചെയ്യാം. നമ്മൾ അടുത്ത് എന്തായാലും നിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ നല്ല സ്മെല്ല് വരാൻ വറക്കുമ്പോൾ നല്ല സ്മെല്ല് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ പൈനാപ്പിൾ പച്ചടിയിലേക്കുള്ള തേങ്ങ ചിരകി വെക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില. കറിവേപ്പില നല്ല ടേസ്റ്റ് തരും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സാമ്പാറിന്. ഞങ്ങളവിടെയൊക്കെ ഇത് നന്നായിട്ട് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കും ഈ വറക്കുന്നതിൽ. അതേപോലെ കുരുമുളക് ഇടേണ്ടവർക്ക് കുരുമുളക് ഇടട്ടോ. ഞാൻ കുരുമുളക് അങ്ങനെയാണ് ഇടുന്നവരിട്ട്. പൈനാപ്പിൾ കട്ട് ചെയ്യാട്ടോ. എന്തായി പരിപാടി? ചിരിക്കൊന്ന് ചിരിക്കി.
സാമ്പാറിലേക്കുള്ള തേങ്ങ റെഡി. ഇനി നമുക്ക് വേറെ തേങ്ങ കൂട്ടുകറിയിലേക്ക് ഇത്തിരി തേങ്ങ വറക്കണം. നെക്സ്റ്റ് ആക്കണം. ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വറക്കൽ പരിപാടി ഓവർ. കാരണം കൂട്ടുകറി, പച്ചടി, പുളി, സാമ്പാർ, ഉപ്പേരി, പപ്പടം, ഇതാണ് നമ്മുടെ സദ്യയിലെ വിഭവം. ഈ പരിപാടിയൊക്കെ നേരത്തെ കഴിച്ചാൽ നമുക്ക് പിന്നെ നാളെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്താ നിങ്ങളെ മോളല്ലേ ഉണ്ടാവും. അങ്ങനെ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ തേങ്ങ കൂട്ടുകറിയിലേക്ക് ഞാൻ തിരിച്ചെടുക്കുന്നതായിരിക്കും. ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണൊക്കെ ആയിട്ട് എല്ലാവരുടെ പരിപാടി കാര്യങ്ങളൊക്കെ എന്തായി? എൻ്റെ പരിപാടി ഏകദേശം കുറച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സഞ്ചൻ താഴെ പൂവിടുന്നുണ്ട്. അർഹുനെ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് മെല്ലെ നമ്മൾ അമ്പലത്തിൽ പോകും.